ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടങ്ങിയതിന് ശേഷം ഇന്ത്യൻ മിലിറ്ററിയുടെ മോഡേൺ വെപ്പണുകളെക്കുറിച്ചും എയർ ഡിഫൻസ് സിസ്റ്റത്തെക്കുറിച്ചും ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിയിലെത്തിയ 500ഓളം പാകിസ്ഥാൻ ഡ്രോണുകളെ S-400 എന്ന ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം നിലം തൊടാതെ നിർവീര്യമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ S-400 എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു സാമ്പിൾ മാത്രമാണ്. അത്തരത്തിലുള്ള ഇന്ത്യൻ മിലിറ്ററിയുടെ മോസ്റ്റ് പവർഫുൾ വെപ്പണുകളും മോസ്റ്റ് അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം എല്ലാം ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നാഗ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ്. DRDO അഥവാ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈടെക് ആൻറ്റി ടാങ്ക് മിസൈലാണ് നാഗ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ. ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണിത്. ഇവ അറിയപ്പെടുന്നത് ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈലുകൾ എന്നാണ്. കാരണം ഈ മിസൈലുകൾ ഒരു തവണ ലോഞ്ച് ചെയ്താൽ പിന്നെ അതിന് മറ്റ് ഗൈഡൻസുകൾ ആവശ്യമില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇതിൽ ഇമേജിംഗ് ഇൻഫ്രാറെഡ് അഥവാ IIR ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഇത് ടാർഗറ്റിനെ ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്ത് സ്ട്രൈക്ക് ചെയ്യാൻ കഴിവുള്ളതാണ്. നാഗ് മിസൈലുകൾ ഉപയോഗിച്ച് 500 മീറ്റർ മുതൽ 4 കിലോമീറ്റർ ദൂരത്തിൽ വരെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഇനി ഹെലികോപ്റ്ററിൽ നിന്നാണ് ഈ മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവയ്ക്ക് 7 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ കവർ ചെയ്യാനും കഴിയും. ഈ മിസൈലുകളുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 42 കിലോഗ്രാമോളമാണ്. ശത്രുരാജ്യങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ടാങ്കുകൾ പോലും തകർത്തെറിയാൻ കഴിയുന്ന വാർഹെഡുകളാണ് നാഗ് മിസൈലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ നാഗ് മിസൈലുകൾ 2 വേർഷൻസ് ഉണ്ട്. അതിലൊന്നാണ് നാമിക എന്ന ലാൻഡ് വേർഷൻ. ലാൻഡ് ആംഡ് വെഹിക്കിളുകളിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുക. ഹെലിന എന്ന ഹെലികോപ്റ്റർ വേർഷനാണ് മറ്റൊന്ന്. ധ്രുവ്, രുദ്ര പോലെയുള്ള ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകളിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും രാജ്യാതിർത്തിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ശത്രുരാജ്യങ്ങളുടെ ഹൈടെക് ടാങ്കുകൾ പോലും തകർത്തെറിയാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള മിസൈലുകളാണ് നാഗ് മിസൈലുകൾ. ധനുഷ് ആർട്ടിലറി ഗൺ. DRDOയും OFB അഥവാ ഓർഡിനൻസ് ഫാക്ടറി ബോർഡും നിർമ്മിച്ച മേജറായിട്ടുള്ള ആർട്ടിലറി സിസ്റ്റമാണ് ധനുഷ് ആർട്ടിലറി ഗൺ. ഇന്ത്യൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ധനുഷ് ആർട്ടിലറി ഗൺ നിർമ്മിച്ചിരിക്കുന്നത്. സ്വീഡിഷ് ബോഫോഴ്സ് FH-77 ഹോവിറ്റ്സറിൻ്റെ ബേസിക് ഡിസൈനിൽ ഇന്ത്യൻ കണ്ടീഷനുകൾക്ക് അനുയോജ്യമായ രീതിയിൽ മോഡിഫൈ ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവയുടെ ടെക്നിക്കൽ ഫീച്ചറുകളെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു 45 കാലിബർ സെൽഫ് പ്രൊപ്പൽഡ് ഹോവിറ്റ്സറാണ്. കൂടാതെ ഇതിൻ്റെ ഫയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 28 കിലോമീറ്ററോളമാണ്. കഴിഞ്ഞില്ല, ഈ ഗണ്ണിന് 1 മിനിറ്റിൽ 6 മുതൽ 8 ഷെല്ലുകൾ വരെ ഫയർ ചെയ്യാൻ കഴിയും. ഏകദേശം 12,000 കിലോഗ്രാമോളമാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. മരുഭൂമി, പർവ്വത പ്രദേശങ്ങൾ, തരിശു പ്രദേശങ്ങൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഈ ആർട്ടിലറി സിസ്റ്റം വളരെ അക്യുറേറ്റ് ആയാണ് പ്രവർത്തിക്കുന്നത്. പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ. ഇന്ത്യൻ മിലിറ്ററിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് അഡ്വാൻസ്ഡ് റോക്കറ്റ് സിസ്റ്റമാണ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ. DRDO ആണ് ഇതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹിന്ദു മെത്തഡോളജിയിലെ ശിവന്റെ വില്ലിൽ നിന്നാണ് ഇതിന് പിനാക്ക എന്ന പേര് ലഭിച്ചത്. വളരെ അഡ്വാൻസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് പിനാക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന റോക്കറ്റിനെയും വാർഹെഡിനെയും അനുസരിച്ച് ഇതിന് 37 മുതൽ 75 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ ഫയറിംഗ് റേഞ്ച് ലഭിക്കും. കൂടാതെ ഈ റോക്കറ്റ് സിസ്റ്റത്തിന് ഒരേ സമയം 12 റോക്കറ്റുകൾ വരെ ഫയർ ചെയ്യാനും ഒരേ സമയം മൾട്ടിപ്പിൾ ടാർഗറ്റുകൾ ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കും. പിനാക്ക ലോഞ്ചറിന് 12 ബാരലുകളാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ റോക്കറ്റ് ഫോഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണിത്. S-400 എയർ ഡിഫൻസ് സിസ്റ്റം. അതിർത്തി ഭേദിക്കുന്ന ഏത് ശത്രുവിനെയും ആകാശത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ഇന്ത്യയുടെ പക്കലുള്ള വജ്രായുധമാണ് S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം. പാക് ആക്രമണത്തിൽ നിന്നും ഇന്ത്യയുടെ 15 നഗരങ്ങൾക്ക് കവചമായി നിന്നത് S-400 ആണ്. ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് S-400. വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പോലും S-400 മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിൻ്റെ റഡാറിന് 400 കിലോമീറ്ററിനും അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. റഷ്യൻ നിർമ്മിത സംവിധാനമാണിത്. 2018 ഒക്ടോബറിലാണ് S-400 5 യൂണിറ്റുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ റഷ്യയുമായി $5 ബില്യൺ കരാറിൽ ഒപ്പുവെക്കുന്നത്. INS വിക്രാന്ത്.
ഇന്ത്യൻ നേവിയുടെ മെയിൻ എയർക്രാഫ്റ്റ് കരിയറാണ് INS വിക്രാന്ത്. 1961 ഇന്ത്യയുടെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കരിയറായിരുന്ന INS വിക്രാന്ത് എന്ന നാമം തന്നെയാണ് ഇതിനും നൽകിയിരിക്കുന്നത്. DRDOയും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അഥവാ CSLുമാണ് INS വിക്രാന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എയർക്രാഫ്റ്റ് കരിയർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇനി ഇവയുടെ ടെക്നിക്കൽ ഫീച്ചറുകളെക്കുറിച്ച് പറഞ്ഞാൽ ഫ്ലാറ്റ് ഡെക്ക് ഡിസൈനോട് കൂടിയ ഒരു സ്റ്റീൽ എയർക്രാഫ്റ്റ് കരിയറാണിത്. ഏകദേശം 40,000 ടണ്ണോളമാണ് ഇതിൻ്റെ ഭാരം. ഒരു തവണ മുഴുവൻ ഇന്ധനം നിറച്ചുകൊണ്ട് 14,000 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന 4 ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളാണ് INS വിക്രാന്തിനുള്ളത്. കഴിഞ്ഞില്ല, ഇതിന് ഫൈറ്റർ പ്ലെയിൻസ്, മൾട്ടി റോൾ എയർക്രാഫ്റ്റുകൾ, ഒബ്സർവേഷൻ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 30ഓളം എയർക്രാഫ്റ്റുകളെയും ഹെലികോപ്റ്ററുകളെയും ഇതിൻ്റെ ഡെക്കിൽ ക്യാരി ചെയ്യാൻ കഴിയും. കൂടാതെ ഈ കപ്പലിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റവും നാവിഗേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റുകളും ഹൈടെക് റഡാർ ആൻഡ് സെൻസർ സിസ്റ്റങ്ങളും അടങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ നേവിയുടെ വളരെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത് എന്ന് പറയുന്നത്. ആകാശ് മിസൈൽ സിസ്റ്റം. ഇന്ത്യൻ മിലിറ്ററി ഡിഫൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ആകാശ് മിസൈൽ സിസ്റ്റം. DRDO ആണ് ഇതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും ഒരേപോലെ ഉപയോഗിക്കുന്ന മൾട്ടി റോൾ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റം കൂടിയാണിത്. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ഫീച്ചറുകൾ എന്തെന്നാൽ മീഡിയം റേഞ്ച് കാറ്റഗറിയിലുള്ള സർഫസ് ടു എയർ മിസൈലുകളാണ് ആകാശ് മിസൈൽ സിസ്റ്റം. സർഫസ് ടു എയർ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യങ്ങളുടെ എയർക്രാഫ്റ്റ്, ഡ്രോണുകൾ തുടങ്ങിയ എയർ ഒബ്ജക്റ്റുകളെ ലാൻഡിൽ നിന്നും ആക്രമിച്ച് നശിപ്പിക്കുന്ന മിസൈലുകളാണിത്. 25 മുതൽ 30 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെയാണ് ഇതിന് ആക്രമണം നടത്താൻ സാധിക്കുക. കൂടാതെ 700 കിലോഗ്രാമോളം ഭാരവും ഇതിനുണ്ട്. സെൻസർ ഗൈഡഡ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഇതിൽ റഡാർ ആൻഡ് ഇൻഫ്രാറെഡ് ഹോമിംഗ് ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുണ്ട്. ആകാശ് മിസൈലുകളെ ട്രക്കുകളിൽ നിന്നും ഫിക്സഡ് സ്പോട്ടുകളിൽ നിന്നും ഒരേപോലെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ റഡാർ സെറ്റപ്പ് ഉള്ളതിനാൽ തന്നെ ശത്രു രാജ്യങ്ങളുടെ ടാർഗറ്റുകളെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ ട്രാക്ക് ചെയ്യാനും കൃത്യമായി അവയെ നശിപ്പിക്കാനും ഇതിന് കഴിവുണ്ട്. എല്ലാത്തിനും പുറമെ ഇതൊരു ഇന്ത്യൻ നിർമ്മിത മിസൈൽ സിസ്റ്റം കൂടിയാണ്. പ്രഹർ മിസൈൽസ്. ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മിസൈലാണ് പ്രഹർ മിസൈലുകൾ. DRDO ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സർഫസ് ടു സർഫസ് ഷോർട്ട് റേഞ്ച് പ്രാക്ടിക്കൽ മിസൈലുകളായാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ശത്രു രാജ്യങ്ങളുടെ ലാൻഡിലുള്ള ഒബ്ജക്റ്റുകളെ വളരെ കൃത്യമായി നശിപ്പിക്കാൻ ഇവക്ക് കഴിവുണ്ട്. പ്രഹർ മിസൈലുകളുടെ ഒപ്റ്റിക്കൽ ഫയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 150 മുതൽ 200 കിലോമീറ്റർ വരെയാണ്. 4600 കിലോഗ്രാമോളം ഭാരമാണ് ഇതിനുള്ളത്. കൂടാതെ ഈ മിസൈലിൽ GPS INS ബേസ്ഡ് ഇന്റർ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചതിനാൽ തന്നെ ടാർഗറ്റ് അക്യുറേറ്റായി ഡിസ്ട്രോയ് ചെയ്യാൻ പ്രഹർ മിസൈലുകൾക്ക് കഴിഞ്ഞില്ല. ഇതിൽ ഹൈ എക്സ്പ്ലോസീവ് ക്ലസ്റ്ററുകൾ, ഡൊമസ്റ്റിക് വാർഹെഡുകൾ തുടങ്ങി പലതരത്തിലുള്ള വാർഹെഡുകൾ ഉപയോഗിക്കാനും കഴിയും. ഇതും ഒരു ഇന്ത്യൻ നിർമ്മിത മിസൈൽ സിസ്റ്റമാണ്. അർജുൻ ബാറ്റിൽ ടാങ്ക്. ഇന്ത്യൻ ആർമിയുടെ മെയിൻ ബാറ്റിൽ ടാങ്കാണ് അർജുൻ ബാറ്റിൽ ടാങ്ക്. DRDO ആണ് ഇതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിക്ക് ആവശ്യമായ രീതിയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള യുദ്ധ ടാങ്കാണിത്. 58 ടണ്ണോളമാണ് അർജുൻ MBTയുടെ ഭാരം എന്ന് പറയുന്നത്. കൂടാതെ 10.4 മീറ്ററോളം നീളവും 2.3 മീറ്ററോളം ഉയരവും 3.7 മീറ്ററോളം വീതിയുമാണ് ഈ ടാങ്കിനുള്ളത്. അക്യുറേറ്റ് ആൻഡ് പവർഫുൾ ഫയറിങ്ങിന് വേണ്ടി 120 mm സ്മൂത്ത് ബോർ ഗണ്ണുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 7.62 mm കോ ആക്ഷ്യൽ മിഷൻ ഗണ്ണുകളും 12.7 mm ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളും ഈ ടാങ്കിലുണ്ട്. 1400 ഹോഴ്സ് പവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡീസൽ എഞ്ചിനാണ് ഈ ടാങ്കിനുള്ളത്. കൂടാതെ മണിക്കൂറിൽ 70 കിലോമീറ്റർ മാക്സിമം സ്പീഡും ഇതിന് ലഭിക്കും. യുദ്ധ ടാങ്കിന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഫയർ പ്രൂഫ് ഉള്ളതിനാൽ തന്നെ പുറത്തുനിന്നുള്ള അറ്റാക്കുകളും എക്സ്പ്ലോഷനുകളും ഇതിനെ ബാധിക്കില്ല. കൂടാതെ ഇതൊരു ഇന്ത്യൻ നിർമ്മിത യുദ്ധ ടാങ്ക് കൂടിയാണ്. തേജസ് ഫൈറ്റർ ജെറ്റ്. ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ നേവിക്കും വേണ്ടി DRDOയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത ലൈറ്റ് വെയ്റ്റ് മൾട്ടി റോൾ എയർക്രാഫ്റ്റ് ആണ് തേജസ് ഫൈറ്റർ ജെറ്റ്. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റാണിത്. 80 കിലോ ന്യൂട്ടൺസ് ത്രസ്റ്റ് വരെ ലഭിക്കുന്ന കാവേരി K9 എഞ്ചിനും GE F404 എഞ്ചിനുമാണ് തേജസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 2020 കിലോമീറ്ററോളമാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. 500 മുതൽ 600 കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാൻ
തേജസ് ഫൈറ്റർ ജെറ്റിന് സാധിക്കും. ഇതിൻ്റെ എയർ ഫ്രെയിം വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയതിനാൽ തന്നെയും പ്രത്യേക തരത്തിലുള്ള ഡിസൈൻ ആയതിനാലും ഈ ഫൈറ്റർ ജെറ്റിന് ഹൈ സ്പീഡും ഹൈ മൊബിലിറ്റിയും പെട്ടെന്ന് കൈവരിക്കാൻ സാധിക്കും. കൂടാതെ തേജസ് ഫൈറ്റർ ജെറ്റിൽ അഡ്വാൻസ്ഡ് ഏവിയോണിക്സും ഡെയർ റഡാർ തുടങ്ങിയ റഡാർ സിസ്റ്റങ്ങളും ഫയർ കൺട്രോൾ സിസ്റ്റവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എയർ ടു എയർ മിസൈൽസ്, എയർ ടു സർഫസ് മിസൈൽസ്, ബോംബുകൾ ഉൾപ്പെടെ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള വെപ്പണുകളും ഇതിൽ ക്യാരി ചെയ്യാനും സാധിക്കും. INS അരിഹന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ആദ്യ ആണവ അന്തർവാഹിനിയാണ് INS അരിഹന്ത്. 2009 ജൂലൈ 26 ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഇത് പുറത്തിറക്കിയത്. തന്ത്രപ്രധാനമായ ആക്രമണശേഷിയുള്ള ആണവ അന്തർവാഹിനിയാണിത്. അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽസ് അഥവാ ATV വിഭാഗത്തിൽപ്പെടുന്ന INS അരിഹന്തിന് 112 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. ഇതിൻ്റെ ഭാരശേഷി എന്ന് പറയുന്നത് 600ഓളം ടണ്ണാണ്. 12 മിസൈലുകളും 100ഓളം സേനാംഗങ്ങളെയും വഹിക്കുന്നതിനുള്ള കഴിവും ഇതിനുണ്ട്. 750 കിലോമീറ്ററാണ് ഈ മിസൈലിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത്. 7 ടണ്ണോളം ഭാരവും 10 മീറ്ററോളം നീളവും ഇതിനുണ്ടാകും. ഡീസലിൽ പ്രവർത്തിക്കുന്ന മറ്റു അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി ആണവോർജം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അണ്ടർ വാട്ടറിലുള്ള മറ്റു അന്തർവാഹിനികളെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാനും കടലിന് മുകളിൽ ഉള്ള കപ്പലുകളെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാനുമുള്ള അറ്റാക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മോസ് മിസൈൽസ് കരയിൽ നിന്നും പോർവിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളാണ് ബ്രഹ്മോസ് മിസൈലുകൾ. ഇന്ത്യൻ DRDOയും റഷ്യൻ MPOMOയും സംയുക്തമായി രൂപീകരിച്ച ബ്രഹ്മോസ് കോർപ്പറേഷനാണ് ഇത് നിർമ്മിച്ചെടുത്തത്. ബ്രഹ്മോസ് എന്ന പേര് വന്നത് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ്. റഷ്യയുടെ തന്നെ P-800 ക്രൂയിസ് മിസൈലിനെ ബേസ് ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകൾ. മണിക്കൂറിൽ 3700 കിലോമീറ്റർ വേഗതയിൽ വരെ ഈ മിസൈലിന് സഞ്ചരിക്കാൻ കഴിയും. ആദ്യകാലങ്ങളിൽ 290 കിലോമീറ്റർ ദൂരപരിധിയായിരുന്നു ഈ മിസൈലുകൾക്ക് ലഭിച്ചിരുന്നത്. പിന്നീടത് 450 മുതൽ 600 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു. കൂടാതെ ഈ മിസൈലുകൾക്ക് യുദ്ധക്കപ്പൽ, റഡാർ സ്റ്റേഷനുകൾ തുടങ്ങി പല രീതിയിലുള്ള ടാർഗറ്റുകളെയും ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ നെടുംതൂണാണ് ബ്രഹ്മോസ് മിസൈലുകൾ. സത്യത്തിൽ ഒരു വീഡിയോയിലൊന്നും ഇന്ത്യൻ മിലിറ്ററിയുടെ കൈവശമുള്ള മുഴുവൻ പവർഫുൾ വെപ്പണുകളെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഇതിൻ്റെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.